ആലപ്പുഴ പല്ലനയിൽ പട്ടികജാതി കുടുംബത്തിന്റെ വീടിനു നേരെ ആക്രമിച്ചത് അയൽവാസി എന്ന കുടുംബം. അയൽവാസി നിരന്തരം ജാതി അധിക്ഷേപം നടത്തുകയാണെന്നും കിഴക്കേ വീട്ടിൽ മണി എന്ന വീട്ടമ്മ പരാതിപ്പെടുന്നു. വീട് അടിച്ചു തകർക്കുമ്പോൾ 3 സ്ത്രീകൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല എന്നും കുടുംബം പറയുന്നു. അനഘ ഹർഷൻ നമുക്കൊപ്പം എത്തുന്നു ആലപ്പുഴയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് അനഘ. വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ് കുടുംബം എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ആ പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? സുജയ, ഇന്നലെ രാത്രിയാണ് ഒരു സംഘം ആളുകൾ ഈ വീട്ടിലേക്ക് എത്തി ഈ ഗേറ്റ് അടക്കം അടിച്ച് തകർക്കുന്നത്. പിന്നീട് ഈ സംഘം എത്തി ഈ വീട്ടിൽ ഇവർ കൃഷിയടക്കം ചെയ്തിരുന്നു. ഇതെല്ലാം വെട്ടി നശിപ്പിച്ചു. വീടിന്റെ ഓട് അടിച്ചു തകർത്തു. ഈ ജനൽച്ചില്ലുകൾ അടക്കം അടിച്ചു തകർത്തുന്നൊരു ഉണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ടാണ് ഈ വീട്ടിലുണ്ടായിരുന്ന വീട്ടമ്മ മണി വീടിന് പുറത്തേക്ക് എത്തുന്നത്. മണിയും പ്രായമായ ഒരു അമ്മയും മകളും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഇവർ പറയുന്നത്, അതായത് ഒരു വഴിത്തർക്കം, അയൽവാസിയുമായ ഒരു വഴിത്തർക്കമുണ്ട്. അതിന്റെ പേരിലാണ് അവരാണ് ഈ അക്രമം നടത്തിയതെന്നാണ് ആ വീട്ടമ്മ നമ്മോട് ഒപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. രാത്രി 12 മണിയോളം ആയപ്പോഴത്തേക്കൊരു വല്ലാത്ത സൗണ്ട് കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് എന്റെ മോളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുമ്പം ഇതെല്ലാം തല്ലി തകർത്ത് ഓടും എന്റെ ജനലും എല്ലാം അടിച്ചു പൊട്ടിച്ചതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പോലീസുകാർ വന്ന് ഇതിന്റെ എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം രാവിലെ ഞങ്ങൾ അവിടെ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്ത്. ഈ അയൽവാസിയാണെന്നാണ് ആരോപിക്കുന്നത്. അതായത് ഈ അയൽവാസി ജാതി അധിക്ഷേപം അടക്കം നിരന്തരം നടത്താറുണ്ടെന്ന് പറയുന്നുണ്ട്. നിരന്തരം ഞാൻ വെള്ളം എടുക്കാൻ പൊതു പൈപ്പിലാണ് വെള്ളം എടുക്കാൻ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ടായിരുന്നു. പൊലയ തണ്ടാത്തി എന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഇത് പല ആവർത്തിയായി ഞങ്ങൾ അതിന് പരാതി കൊടുത്തതും ഇതുവരെ അതിനൊരു നീതി നമുക്ക് കിട്ടിയിട്ടില്ല. സുജയ, നിലവിൽ ഇന്നലെ രാത്രിയാണ് ഇവർ പരാതി കൊടുത്തത്. ഇന്ന് വൈകുന്നേരം ഈ സമയത്താണ് പോലീസ് ഇവിടെ എത്തി ആ അന്വേഷണം പോലും നടന്നിരിക്കുന്നത്. ഈ വീടിനോട് ചേർന്നൊരു CCTV ക്യാമറയടക്കമുണ്ട്. അതുപോലും പരിശോധിക്കുന്ന തരത്തിലേക്ക് പോലീസ് ഈ സമയമായിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവരുടെ പരാതി എന്ന് പറയുന്നത്? നിരന്തരം ജാതി അധിക്ഷേപം നടത്തുന്നു, അയൽവാസി ആക്രമിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അനഘ തന്നെ ഒന്ന് പോലീസിനോട് ചോദിക്കൂ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോട് ഇക്കാര്യത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അവർക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി അനഘ ഒന്ന് ഇടപെടൂ. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല, ആരുമില്ല എന്നവർ കരുതേണ്ട, അവർക്കൊപ്പം നമ്മളുണ്ട് എന്ന് അനഘ പറഞ്ഞോളൂ. ഒപ്പം അധികൃതരോട് ഈ വിഷയത്തിൽ പരാതി ഊർജിതമായി തന്നെ അതിൽ നടപടിയിലേക്ക് എത്തുന്നതുവരെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക. അനഘ ഹർഷനാണ് നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേർന്നത്. ജനകീയ വിഷയങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അധികൃതർ പലപ്പോഴും ഈ ബലമുള്ള ആളുകൾ കൂടെയില്ല എന്ന് പറഞ്ഞ് പലരെയും തള്ളിക്കളയാറുണ്ട്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും, ഓരോ പൗരനും ഒരേ രീതിയിൽ നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ. അങ്ങനെ അവർക്ക് നീതി ഉറപ്പായില്ലെങ്കിൽ അതിലിടപെടാൻ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ്, റിപ്പോർട്ടർ ഇവിടെയുണ്ട്.